ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ടാണ് കേട്ടോ. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ അഡ്വഞ്ചറസ് പാർക്കിലൊക്കെ പോയി നമ്മൾ വിഷമിച്ചതേ നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് റിസോർട്ടൊക്കെ കറങ്ങി കാണാം അല്ലേ. അതാണ് അമ്മയച്ഛനുള്ള വില്ല, ഇത് ഞങ്ങളുടെ വില്ല. ഇതിലേക്ക് നമുക്ക് കയറുമ്പോൾ ഇതേ വിശാലമായ ബെഡാണുള്ളത്. 4 പേർക്ക് ഒരുമിച്ച് കിടക്കാൻ പറ്റിയ ബെഡ്. അതെ, ഞങ്ങൾക്ക് എക്സ്ട്രാ ബെഡൊന്നും പറ്റിയില്ല. 4 പേർക്കും ഒരുമിച്ച് കിടക്കാൻ പറ്റിയ ബെഡ് ദേ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് കാരണം നല്ല സുഖമായി. പിന്നെ ദേ ഒരു ഏരിയ ഉണ്ട് കേട്ടോ, നമുക്ക് സ്മോക്കിംഗ് ഏരിയ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സ്മോക്കിംഗ് ഏരിയ അല്ലാന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വേറെ റെസ്റ്റ് ചെയ്യാനൊന്നും അധികം നിന്നില്ല. വേഗം തന്നെ ദേ ഡ്രസ്സൊക്കെ മാറ്റി സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. മീനാക്ഷി ആയതിനും നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാണ്ട് അവർക്ക് ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഇറങ്ങിയിട്ട് വരാം. അപ്പോൾ പോണ വഴിക്കൊക്കെ നല്ല രസമായിട്ടാണ് കാണാൻ. സ്വിമ്മിംഗ് പൂള് കുറേ അറ്റത്താണ് കിടക്കണത്. റിസോർട്ട് തന്നെ കുറേ ഏരിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറങ്ങി നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. പേടിയില്ല വിനാശി? നന്നായിട്ടുണ്ട്. അയ്യോ, സ്റ്റാർട്ടായാ? എങ്ങനെയുണ്ട്? പേടി വന്നുണ്ടാ? ഓ, ഇത്രയേ ഉള്ളൂ. പറപ്പിക്കൂ ഇനി. ഇതിലൊന്നും എടുക്കാനും വേണ്ട. അതിൽ ചെലപ്പോ സന്തോഷായി. തലമുടി പറക്കണോ നോക്ക്. വയറ് ടൈറ്റ് ആയിട്ടാ? കിണറ്റിലേക്കല്ല, കിണറ്റിലേക്കാണോ? അമ്മ കേറണ കേറ്, നല്ല രസം ഉണ്ടാവും. ഒറ്റ സ്പീഡിൽ അങ്ങോട്ട് മുകളിലേക്ക് വന്നിട്ട് ചവിട്ടിട്ട് പോണം. രണ്ടിന്റെ ഉള്ളിൽ കൂടെ അവിടെ കൂടെ ബലൂൺ അതിൽ കൂടെ കാണണം. കാണുന്നില്ലല്ലോ. അതിന്റെ കൂടെ ആ ഹോള് കാണുന്നത്. എടുത്താ? ഓ, എന്റെ പോകാം. ഞാൻ ചെയ്യാം. ഇനി 3 കൂടെ ഉള്ളു. എന്നെ എടുത്ത അച്ഛൻ ഒരെണ്ണെടുത്തോ? പറ്റോ നോക്ക്. അച്ഛൻ ഇങ്ങടെ അടിക്കുമ്പോ നല്ല കാണണ്ടട്ടാ. വെയിറ്റ് ഉണ്ടേ. അച്ഛൻ കൊടുക്ക്. ഏയ്, ചെറുതായിട്ട് വരില്ലോ. ഓ, ഇനി ആദ്യത്തെ തുടങ്ങും ആദ്യത്തെ. അച്ഛന് പറ്റിയില്ല. ഓ ശരി. ഓ, പൊട്ടിച്ചു. വീരാശി പറഞ്ഞ പൊട്ടിച്ചു. കില്ല് കണ്ടോ? അവൻ എത്രണ്ണം വെട്ടിച്ചു? 4 വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നു. ഒരെണ്ണം മീനാശിയും വീഴ്ത്തിരിക്കുന്നു. അടിപൊളി അടിപൊളി. വെൽഡൻ. ഷൂട്ടിങ്ങിൽ ഭാവിയുണ്ട് എന്റെ മോന്. പിന്നെ അമ്പെയ്ത്തില് 9-ലെത്തിയിട്ടുണ്ട്. 9-ൽ. ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂൾ. വലിയ സ്വിമ്മിംഗ് പൂളാണ്. ആദ്യത്തെ ഇറങ്ങിയിട്ടുണ്ട്. മീനാക്ഷി മറ്റോണം കിടക്കണ്ട.
അനുവേട്ടന് ഇറങ്ങാൻ പോവാ. എല്ലാരും പോയി സ്വിമ്മിംഗ് പൂളിൽ കിടക്കാൻ പോവുകയാണ്. ഷർട്ടൂരിയുടെ ആയിരുന്നില്ലേ? എന്റെ ഷോട്ടെങ്കിലും അടിക്കും. അമ്മ ഇറങ്ങണില്ലേ? അമ്മ ഇറങ്ങണല്ലേ? അയ്യോ മോളിൽ നിന്ന് ഇങ്ങനെ കണ്ടു. അയ്യോ മീനാക്ഷി അങ്ങനെ ആക്കണ്ടാന്ന് തള്ളയുടെ മോളിൽ കൂടെ പോയി. നമ്മുടെ പാരഷൂട്ട് പോകുന്നുണ്ട്. അതില് 3500 രൂപ ഒരാൾക്ക്. ആയിട്ടിയാ അടിപൊളി സൂപ്പർ. ബീച്ചാണ് ബാക്കിൽ. ബീച്ചിൽ ഇതുവരെ പോയിട്ടില്ല, പോണം. അനുവേട്ടനൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് അവിടെ. നല്ല തണുത്ത കാറ്റ് വീശിട്ടുണ്ട് കേട്ടോ. ആ കടലിൻ്റെ ആ ഏരിയയിൽ നിന്ന് നല്ല തണുത്ത കാറ്റ് വീശിട്ടുണ്ട്. നല്ല സുഖം അവിടെ നിൽക്കാൻ. അതും ഞാൻ നനഞ്ഞ് കുളിച്ചാണ് നിൽക്കുന്നത് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയിട്ട്. ഇവരുടേതേ കഴിഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കയറി മതിയായി. എനിക്ക് കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നേരം വെള്ളത്തിൽ കിടന്ന് പിന്നെ ഞാൻ കയറി. പിന്നെ മീനാക്ഷിയുടെയും മായത്തിൻ്റെയും അനുവേട്ടനും അവിടെയാണ് സ്വിമ്മിങ്ങിൽ പൂളിൽ കിടന്ന് കുത്തിമറയുണ്ടായിരുന്നു. അച്ഛനും അമ്മയും അവിടെ ചായ കുടിക്കാനിരിക്കുകയായിരുന്നു കേട്ടോ. അവരിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അവർ നാളെ ഇറങ്ങും. അച്ഛനൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഒരു ജ്യൂസല്ലേ പറഞ്ഞത്. മുതല കൊഞ്ഞിനെ തീറ്റ കൊടുക്കട്ടെ. അടുക്കാണ് അവിടെ ഷൂട്ടിങ്, ഇവിടെ ഗെയിം. ഇപ്പൊ ഇന്ന് ചായ കുടിച്ചാൽ മതി. അവിടെ വേറെ സാധനം ഇരിക്കുന്ന കണ്ടിട്ട് പുതിയ വീടുണ്ട്. അതാ പാട കിട്ടിയതാ. ഇവിടെ നിന്നോ? മീനാക്ഷി എന്തിട്ടാ എടുക്കണ്ട വേഗം? ജ്വല്ലറിയുടെ അങ്ങനെ സ്വിമ്മിംഗ് പൂൾ കഴിഞ്ഞ് നമ്മൾ പോയാണ്. ഓഹോ ആഹാ പോയി. ഞാൻ കണ്ടു. നീ ഉറക്കില്ല നീ മതി. അങ്ങനെ കുറേ നേരത്തെ വെള്ളത്തിലുള്ള കുത്തിമറിയലിന് ശേഷം ഞങ്ങൾ നേരെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി. ഇനി നമുക്ക് ഡിന്നർ ടൈമാണ്. അപ്പോൾ അതേ ഡിന്നറിന് അവിടെ ബാറുണ്ട്, നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അടിപൊളി ബൊഫയൊക്കെ നമുക്ക് വേണ്ടി റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കഴിച്ചിട്ട് വരാം. അതിനു മുമ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടി ബാറിലൊക്കെ പോയിട്ടുണ്ട്. അവിടുത്തെ ആംബിയൻസിലിരുന്ന് നമുക്കൊരു ഡബിൾ ഓംപ്ലേറ്റൊക്കെ കഴിച്ചിട്ട് വരാം. ഞാനൊരു മൊജിറ്റോ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമുക്കിനി ഫുഡിങ്ങിലേക്ക് കടക്കാം. ആദ്യത്തിനും മീനാക്ഷി അച്ഛനും അമ്മയൊക്കെ അതേ ഫുഡ് കഴിക്കാൻ അവിടെ ബൊഫയാണ്. അതൊക്കെ റെഡിയായി അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി കറങ്ങാൻ ഇറങ്ങിയതാണ്. അങ്ങനെ ഇനി നമുക്ക് പോയി ഭക്ഷണമൊക്കെ കഴിക്കാം. അവരവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമുക്ക് പോയി വേഗം പോയി ഭക്ഷണം കഴിക്കാം.
വെജിറ്റബിൾസൊക്കെ ഇഷ്ടം പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. അത് ഇത്രയും അധികം സാധനങ്ങൾ കാണുമ്പോൾ നമുക്കിതിൽ ഒന്നും തന്നെ കഴിക്കാൻ തോന്നുന്നില്ല. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കഴിക്കും? പേസ്ട്രീസ്, വെജിറ്റബിൾസ്, എന്താ പറയുക, സൂപ്പൊക്കെ ഇഷ്ടം പോലെ. ഇത്രയും അധികം ഭക്ഷണം കാണുമ്പോൾ നമുക്കിതിൽ നിന്ന് നമ്മൾ എന്ത് സെലക്ട് ചെയ്ത് കഴിക്കും എന്നുള്ള ചിന്ത കൊണ്ടാണ് ഞങ്ങളിതേ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അച്ഛനമ്മയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതേ ഞങ്ങൾ വന്നപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി തുടങ്ങാല്ലേ യുദ്ധം. അങ്ങനെ കുറേ എന്തൊക്കെയോ വാരി വലിച്ച് കഴിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഡബിൾ സൈഡ് ഓംപ്ലേറ്റ് കഴിച്ചപ്പോഴേക്കും എൻ്റെ വയറ് നിറഞ്ഞു. ഇനി നമ്മളെ എന്ത് കഴിക്കും? മീനാക്ഷിയാണെങ്കിൽ പേസ്ട്രീസാണ് ഫുള്ള് കഴിച്ചിരുന്നത്. ആദ്യത്തെ ഞാൻ നോൺ തന്നെ അകത്തേറ്റിയായിരുന്നു. അച്ഛനും അമ്മയും വെജിറ്റബിൾസാണ് കഴിച്ചത്. പിന്നെ അനൂപ് അവിടെയുള്ള മിക്ക സാധനങ്ങളും പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. കഴിഞ്ഞ് ഇനി നമുക്ക് നടക്കാൻ ഇറങ്ങാം. നല്ല കാറ്റ്. അച്ഛ ഫുള്ള് അച്ഛൻ അയാളോട് ഓർത്താണ്. മീനാക്ഷി പാർക്കിലേക്ക് പോയി വീടെടുത്ത് ആൾക്ക് എഴുതാൻ. നല്ല കാറ്റാണ്, നല്ല കാറ്റ്, അടിപൊളി. അച്ഛനും മോളും കൂടി ഇരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. അടാട് അടാ. അമ്മ ഇരുന്നോനി, അമ്മക്കിരിക്കണ്ടേ? ശ്രദ്ധിക്കാൻ എന്നിട്ട് അച്ഛനോട് പറയാതെ അടുത്ത് വെച്ചോ. ഒരെണ്ണം ഫ്രണ്ടിൽ കയറ്റി ഒരെണ്ണം. നമ്മുടെ അത് അച്ഛൻ്റെ വീട്. അച്ഛൻ ഞങ്ങളുടെ നടുക്കാണ് കിടക്കണേ എന്നാണ് അവൻ പറയുന്നത്. മീനാക്ഷിയുടെ പൗച്ച് റെഡി ആയിരിക്കുകയാണ്. ഒന്ന് കാണിച്ചാൽ മീനാക്ഷി. അടിപൊളി ഫുള്ള് കാണിച്ചാ. മീനാക്ഷി എടുത്തു വയ്ക്കോ, നന്നായിട്ട്. മീനാക്ഷിയുടെ പൗച്ച്. നടക്കാൻ പോയിട്ട് വരാം. ബീച്ച് ഇത് ബീച്ചല്ലല്ലോ, അത് ലേക്കാണത്. അവിടെ ബീച്ച് നമ്മൾ മറ്റേ സ്ഥലമാതിരി തന്നെ ഉണ്ടല്ലേ, മൈസൂർ പോയത്. എന്നിട്ടാ ഈ സ്ഥലം പറ. കുരങ്ങന്മാരും മാനുകളൊക്കെ ഉള്ള സ്ഥലം. അവിടെ നടക്കാൻ പോയില്ലേ, അതേമാതിരി ഉണ്ട്. സൂര്യാസ്തമയം. ഇവിടെ നോക്ക്, സൂര്യോദയം. നിറച്ചണ്ണാരം കുഞ്ഞുങ്ങൾ ഓടി കിടക്കുന്ന കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളിലൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കല്യാണത്തിൻ്റെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആഹാ, അവിടെ ബാക്കിലെ ആൾക്കാരുണ്ട്. എവിടെ സൂര്യൻ? എവിടെ സൂര്യനെ കാണാനില്ല. അവിടെയല്ല സൂര്യൻ, അവിടെ അത് കണ്ട, അവിടെ സൂര്യൻ അതിനുള്ളിലുണ്ട്. എവിടെ? അതിലും വലുത് അവിടെ മുളച്ചിട്ടുണ്ട്.
വൈകിട്ട് അനൂപും പിള്ളേരും കൂടിയും ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നില്ല, മടി കാരണം ആ റൂമിൽ തന്നെ ഇരുന്നു. അപ്പോൾ പാരച്യൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ വിചാരിച്ചു പിറ്റേ ദിവസം കാലത്തുണ്ടാവുമെന്ന്. ഇന്നവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല. നേരത്തെ തന്നെ കാരണമായിരിക്കുന്നു വിചാരിക്കണം. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പോരണ വരെ പിന്നെ പറക്കണതൊന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം ബീച്ചിലിങ്ങനെ ചുറ്റിക്കറങ്ങി ഞങ്ങളിത് തിരിച്ച് റൂമിലേക്ക് പോരുകയാണ്. ഓ, നടക്കാൻ നല്ല പാടാണ്. കാലങ്ങോട്ട് ഉള്ളിലേക്കാവും ഇപ്പോൾ. പിന്നെ കടപ്പുറത്ത് അങ്ങനെയല്ലേ. അതെ, അങ്ങനെ ബീച്ചിലൊക്കെ കുറേ നേരം ഇങ്ങനെ സൂര്യോദയമൊക്കെ നോക്കി നിന്ന് ഞങ്ങൾ നിൽക്കുമ്പോൾ ആദിത്യനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നാലെ ആദ്യം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയിരുന്നെങ്കിലും പിന്നാലെ ആദിത്യനെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ 3 പേരും കൂടിയും നമ്മുടെ കടലിൻ്റെ തീരെ എണ്ണി കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചതേ പോരാണ്. ഇവിടുത്തെ ഓരോ വില്ലകളും ഓരോ ഷേപ്പിലൊക്കെ ആയ കാരണം നല്ല രസമാണ് കേട്ടോ. പിന്നെ നല്ല ചെടി, നമ്മുടെ ആ ചെടിയില്ലേ, ആ ചെടിയുടെ പേര് ഞാൻ മറന്നു, എന്ത് ഭംഗിയാലേ കാണാൻ, നല്ല ഇതിൽ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കണത്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി റൂമിൽ നിന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഇനി വീണ്ടും സ്വിമ്മിങ്ങിന് പോകണം കുളിക്കണതിന് മുമ്പ്. അമ്മയുടെ വീട് ഇനി അച്ഛനെ എന്നിട്ട് തുറക്കണം. സ്പീഡിലോടിയാ. അങ്ങനെ ചായ കൂടിയൊക്കെ, അതായത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ചായയൊക്കെ കുടിച്ച് ഞങ്ങളിത് സ്വിമ്മിങ്ങിന് എത്തിയിട്ടുണ്ട്. ഇന്ന് അച്ഛനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്കും ഇറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ അമ്മ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ഇനി കുറച്ച് ദൂരം പോകണം ഡ്രസ്സ് എടുക്കാൻ. ആ ഒരു മടി കൊണ്ട് അമ്മ ഇറങ്ങിയില്ല. അതെ, അച്ഛൻ അവിടെ നീന്തി തുടിക്കുന്നുണ്ട്. പിന്നെ അവിടെ ബബിൾസുമായിട്ട് സംഭവമുള്ള കാരണം നല്ല രസമാണെന്ന് പറയണ്ടേ. അവിടെ ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. ഞാൻ ഇന്നലെ ഇറങ്ങിയുള്ളൂ, ഇന്ന് ഞാൻ ഇറങ്ങിയില്ല. അപ്പോൾ ഇവർ കുറേ നേരം വന്നിട്ട് ആദിത്യനും മീനാക്ഷിയും അച്ഛനും കൂടി കുറേ നേരമായി ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ. ഞാനിത് ഇപ്പോൾ വന്നുള്ളൂ. അപ്പോഴും അവരിങ്ങനെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് കയറണ ഒരു ലക്ഷണം കാണാനില്ല. മീനാക്ഷി തലടിക്കും, മതി, തലടിക്കും. അനുവേട്ട അങ്ങോട്ട് നോക്ക്. എങ്ങനെ പോവാം ഭക്ഷണം കഴിക്കാൻ. ഒരു കോഫി സ്ട്രോങ്. ഇത്
മീനാക്ഷി വെക്കേഷൻ സമയത്ത് ഇരുന്ന് ഉണ്ടാക്കിയ ഡ്രസ്സാണ്. അങ്ങനെ 2 ഡ്രസ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലൊരു ഡ്രസ്സാണ് ഇട്ടേക്കണത്, മറ്റേത് ഓവർകോട്ട് മാതിരി ഇടാൻ പറ്റിയ ഡ്രസ്സാണ്. ഇതിൻ്റെ ബാക്ക് ഇതിങ്ങനെയായത് അവൾക്ക് ഇനിയും നൂല് വേണം, അപ്പോൾ അത് മേടിക്കാത്ത കാരണം അവൾ ഇങ്ങനെയൊക്കെ ആക്കി. പക്ഷെ പെർഫെക്റ്റ് എന്നല്ലെങ്കിലും ദേ ഇട്ടോട്ട് കിടക്കുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ശരിക്കും അതിലെ ആ പൂവുകളും ഒക്കെ അവൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ശരിക്കും നമ്മുടെ അതേ ഈ 10 മണി പൂവിൻ്റെ അതേ ഇതിൽ തന്നെയാണ് ഉണ്ടാക്കിക്കണത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതൊക്കെ വെച്ച് ഇതേ കുറച്ച് വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല പൊരി വെയിലായിട്ടാണ്, വെയിലത്ത് നിന്നിട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കണത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഇവിടത്തെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ദേ ട്രിപ്പൊക്കെ അവസാനിച്ച് നമ്മുടെ ഈ റിസോർട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സ്റ്റേയും അവിടുത്തെ ആംബിയൻസും വൈബും ബീച്ചും സ്വിമ്മിംഗ് പൂളും ഓരോ പ്ലേസും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ആ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ അതേ ഒരു ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സിൻ്റെയും കുറേ ആൻറ്റിക് സാധനങ്ങളൊക്കെയുള്ള ഷോപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ ഇത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വന്ന് നിൽക്കണ കാരണം അവർ തുറന്ന് ഞങ്ങൾ ഉള്ളിലൊക്കെ പോയി കണ്ടിരുന്നു. നല്ല പൈസയാണ്, ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളിതേ ചെക്കൗട്ടായിട്ടുണ്ട്. നമുക്കിനി കാറിൽ കയറി നേരെ നമുക്ക് വീട്ടിലേക്ക് പോവുകയാണതിന് മുമ്പ് നമുക്ക് പോണ്ടിച്ചേരി എവിടെയെങ്കിലും ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വൈറ്റ് ടൗണിലേക്ക് തന്നെയാണ് പോയത് കേട്ടോ. വൈറ്റ് ടൗണിൽ നമ്മൾ കാറിന് പോയതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ സ്കൂട്ടറും എന്തെങ്കിലുമൊക്കെ എടുത്ത് പോണതായിരിക്കും വളരെ നല്ലത്. എൻ്റെ സീറ്റ് എപ്പോഴും ഇപ്പോൾ ബാക്കിലായി. ആദ്യത്തിന് ഇപ്പോൾ വലിയതായി കാരണം അവൻ ദേ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുള്ളൂ, ഞാൻ എപ്പോഴും ദേ ബാക്കിൽ. ആദിത്യനെ കുറെ കാലം കാത്തിരുന്ന് ആദിത്യൻ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. ഒറിജിനൽ തലപ്പാക്കട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദിത്യന് ഇഷ്ടപ്പെട്ട് സന്തോഷമായില്ല. അപ്പോൾ സന്തോഷമായി കുറെ കാലമായി തലപ്പാക്കട്ടി ബിരിയാണി പറയുന്നു. മീനാക്ഷി അരി ഉഴുന്ന് അടയ്ക്കാൻ സഹായിക്കുകയാണല്ലോ. അതൊന്നും എടുക്കണ്ട. ആരും വീട്ടിൽ ഭക്ഷണം വയ്ക്കണില്ല എന്നുകൊണ്ട് ഏത് റെസ്റ്റോറൻറ്റിൽ ചെന്നാലും നമ്മളൊരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ തന്നെ സീറ്റ് വരെ കിട്ടുള്ളൂ. അങ്ങനെ സീറ്റ് കിട്ടി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്താലാണ് ഫുഡ് കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരു 10-20 മിനിറ്റ് നമ്മുടെ തലപ്പാക്കട്ടിയിലും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റിങ്ങിനോടിൽ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓർഡർ ചെയ്യാം. തലപ്പാക്കട്ടി നായിഡു മട്ടൻ ബിരിയാണി, തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി ബോൺലെസ്, പിന്നെ എഗ് ബിരിയാണി അതൊക്കെയാണ് ഓർഡർ ചെയ്തത്. കുറേ നാളായിട്ടാണ് ഞങ്ങൾ തമിഴ്നാട്ടിൽ പോകുമ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഈ ദിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കണമെന്ന്. അങ്ങനെ ഇത് ഏത് സ്ഥലം എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ നല്ല ഉറക്കമായിരുന്നു. പിന്നെ അതൊന്നും നോക്കിയില്ല, നമുക്ക് ഫുഡ് കിട്ടിയാൽ മതിയായിരുന്നല്ലോ. നമുക്കൊരു നല്ല ഹോട്ടലിൽ നിർത്തി നേരെ പോയി ഫുഡ് അടിക്കുക, വീണ്ടും വന്ന് കിടന്നുറങ്ങുക, അത്ര തന്നെയാണ് എൻ്റെ പ്രധാന പരിപാടി. അപ്പോൾ അതേ എല്ലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരും വേറെ വേറെ വെറൈറ്റി ബിരിയാണികളാണ് ഓർഡർ ചെയ്തത്. ദിണ്ടിഗൽ തലപ്പാക്കട്ടി ഒതൻറ്റിക് ബിരിയാണി ആണ് നമ്മൾ കഴിക്കാൻ പോണത്. ഞാൻ പറഞ്ഞത് എഗ്ഗ് ബിരിയാണിയാണ്. 2 എഗ്ഗൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബിരിയാണി നമുക്ക് കഴിച്ചു തുടങ്ങാം. ആദിത്യൻ ചില്ലി ചിക്കൻ ബിരിയാണി അങ്ങനെ എന്തൊക്കെയാണ്, അനൂപ് മട്ടൻ ബിരിയാണിയാണ്, അച്ഛൻ ചപ്പാത്തിയും ചില്ലി ഗോപിയാണ്, അമ്മ ഫിഷ് കറി മീൽസുമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കൊഴുവ വറുത്തതൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഞാൻ നല്ല ഭംഗിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ബിരിയാണി കഴിക്കണത്. ഒരു നല്ല ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല രസത്തിൽ എല്ലൊക്കെ കട്ട് ചെയ്ത് ആ പ്ലേറ്റിൻ്റെ ആകൃതിയിൽ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതെന്തോ ചിക്കനാണ് കേട്ടോ, അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷേ ഈ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. ആദ്യത്തിന് അനുഭവമൊക്കെ അടിപൊളിയാന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ ബിരിയാണി അത്ര വലിയ ഇഷ്ടമൊന്നും ആയില്ല കേട്ടോ. എനിക്ക് എൻ്റെ കേരള ബിരിയാണി മാത്രമാണ് ഇഷ്ടമുള്ളത്.
വരും അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരുടെയും വയറ് നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ജ്യൂസ് ആവാം, അങ്ങനെ ദഹിക്കാൻ വേണ്ടി ഞങ്ങൾ ലൈം ജ്യൂസും മിൻറ്റ് ലൈമും ഒക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും യാത്ര തുടരാമല്ലേ. അങ്ങനെ എപ്പോഴും എൻ്റെ സീറ്റ് ബാക്കിൽ തന്നെ. അപ്പോൾ പിന്നെ നമ്മൾ കിടന്നുറങ്ങാം, ബാക്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം. മീനാക്ഷീനെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇരുത്തി ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ബാക്കിൽ സീറ്റിൽ കിടന്നുറങ്ങിക്കോളാം. അങ്ങനെ ഞാൻ ബാക്കിൽ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയില്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായ കാരണം പിന്നെ എവിടെയും വണ്ടി നിർത്താൻ അനൂപ് വേഗം ഓടിച്ചെത്തിക്കാനാണ് നോക്കിയത്. അതുകൊണ്ട് പിന്നെ ലേറ്റായിട്ടാണ് ഭക്ഷണം കഴിക്കാൻ നിർത്തിയത്. അപ്പോഴേക്കും അവിടെയൊക്കെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തെ ഭക്ഷണം ക്യാൻസൽ. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.